ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ വരവിങ്കൽ സംഭവിക്കുന്ന മരിച്ചവരുടെ പുനരുത്ഥാനവും ജീവനുള്ളവരുടെ രൂപാന്തരവും ദൈവസഭയുടെ പ്രത്യാശയാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളിൽ ഈ കൂടാരത്തിൽ ഇരിക്കുന്തോറും ഭാരപ്പെട്ട് ഞരങ്ങുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും നമുക്ക് പരസ്പരം തിരിച്ചറിയാനായിട്ട് പറ്റുമോ? നമ്മുടെ ഉറ്റവരെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിൻ്റെ അകത്തു നിന്ന് നമ്മൾ പുനരുദ്ധാന ശരീരത്തിൻ്റെ 5 സവിശേഷതകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ദൈവവചനത്തിൻ്റെ അകത്തു നിന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളും അപ്പോസ്തലനായ പൗലോസിൻ്റെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന അറിവുകളും ഒക്കെ വെച്ച് നമ്മൾ അല്പസമയങ്ങൾ ആഴമായ ചില ആത്മിക ചിന്തകളിലേക്ക് നമ്മൾ പോവുകയാണ്. സത്യത്തിൽ നമ്മൾ ആരായിത്തീരും എന്നുള്ളത് പല സമയങ്ങളിലും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ആരാകും എന്നുള്ളത് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്നത് നാം കർത്താവിനെ കാണുമ്പോൾ കർത്താവിനോട് നമ്മൾ സദൃശരായിത്തീരും എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ശരിക്കും ക്രിസ്തുവിനോട് നമ്മൾ സദൃശരായിത്തീരുകയാണ്. ശരീരത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് എന്നുള്ളതിനേക്കാൾ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എന്നുള്ള ഒരു പദമാണ് ഈ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ എഴുത്തുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു 5 പോയിന്റിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമാകും. നമുക്കറിയാം, മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ആദ്യമായിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയത് ഒരു സ്ത്രീക്കാണ്. അത് മഗ്ദലക്കാരത്തി മറിയയ്ക്കാണ്. അപ്പം ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഈ മഗ്ദലക്കാരത്തി മറിയ കണ്ടപ്പോൾ നമുക്കറിയാം, യേശുവിൻ്റെ ശബ്ദത്തെ അവൾ തിരിച്ചറിഞ്ഞു. യേശുവിൻ്റെ ശബ്ദത്തെ തിരിച്ചറിഞ്ഞു. 2, യേശുവിൻ്റെ ശരീരത്തെ തൊടുവാൻ അവൾക്ക് കഴിഞ്ഞു. അടുത്തത് കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഭൂതത്തിന് എന്നെപ്പോലെ അസ്ഥിയും മാംസവും ഒന്നുമില്ലല്ലോ, അവർ കൊടുത്ത ഭക്ഷണം പോലും കഴിച്ചു എന്നാണ്. അതായത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ അവർ കൊടുത്ത ഭക്ഷണം പോലും കഴിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലാണ്. അപ്പം പുനരുദ്ധാന ശരീരം നിലനിൽക്കുവാൻ ഒരിക്കലും ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. പക്ഷെ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയത്തില്ലെന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ ഈ രക്തചംക്രമണമുള്ള നമ്മുടെ ഈ ഒരു ശരീരമായിരിക്കില്ല പുനരുദ്ധാന ശരീരം. പക്ഷേ ഇപ്പോഴുള്ള നമ്മുടെ ശരീരവുമായി സാദൃശ്യമുള്ള അല്ലെങ്കിൽ ആ ഒരു ശരീരത്തോട് ചേർന്ന് പോകുന്ന ശരീരം തന്നെയായിരിക്കാം പുനരുദ്ധാന ശരീരം. ഇന്നത്തെ ശരീരം എന്ന് പറയുന്നത് താഴ്ചയുള്ള ശരീരമാണ്, ബലഹീനതകളുള്ള ശരീരമാണ്. നമുക്കറിയാം, രോഗങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെയുള്ള ബൈബിൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് പോലെ താഴ്ചയുള്ള ശരീരമാണ്. പക്ഷെ പുനരുദ്ധാന ശരീരം എന്ന് പറയുമ്പോൾ ആ ഒരു ശരീരത്തിന് അതിൻ്റെ താഴ്ച മാറി ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന ആ ഒരു പുനരുദ്ധാന ശരീരം. പക്ഷേ ആ ഒരു പുനരുദ്ധാന ശരീരം എന്ന് പറയുന്നത് ഇന്നത്തെ ശരീരത്തിൻ്റെ ചില കാര്യങ്ങളുമായിട്ട് സാമ്യമുള്ളതായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിലൊന്നാമത്തേത്, സ്വർഗത്തിലെ ഭാഷ ഏത് ഭാഷയാണെങ്കിലും പരസ്പരം തിരിച്ചറിയാനായിട്ട് പറ്റും. ഒരുപക്ഷെ ശൈലികളുമായിട്ട് വ്യത്യാസം ഉണ്ടാകും. അത് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ മറിയയ്ക്ക് പ്രത്യക്ഷനായപ്പോൾ യേശുവിൻ്റെ ശബ്ദവും വാക്കുകളും രീതിയും കേട്ട് ഈ മഗ്ദലക്കാരത്തി മറിയയ്ക്ക് യേശുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു.
അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാനായിട്ട് പറ്റും. നമ്മുടെയൊക്കെ മനസ്സിൽ പലരെയും കാണണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടാകും, ഇല്ലേ? എനിക്കാണെങ്കിൽ ദാവീദിനെയും പൗലോസ് അപ്പോസ്തലനെയും അങ്ങനെ കുറച്ച് പേരെ കാണണമെന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ദൈവഭക്തന്മാരായവരെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ മറുരൂപ മലയിൽ യേശു കർത്താവിൻ്റെ ഒരു രൂപാന്തരം നമ്മൾ സുവിശേഷ പുസ്തകങ്ങളിൽ വായിക്കുന്നുണ്ട്. സത്യത്തിൽ ആ മറുരൂപ മലയിൽ യേശുവിൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരലക്കുകാരനും അലക്കി വെളുപ്പിക്കുവാൻ കഴിയാത്തതുപോലെ തേജസ്സിൽ പ്രത്യക്ഷനായി, മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷനായി എന്നൊക്കെ നമ്മൾ കാണുമ്പം ശരിക്കും അവിടെ നടന്നത് എന്താണ്? അതായത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് ഒരു 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം മുമ്പ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് എന്നുള്ളത് അതിൻ്റെ ആ തൊട്ട് പിന്നിലുള്ള ആ ട്രാൻസ്ഫിഗറേഷൻ, യേശു കർത്താവിൻ്റെ ആ ഒരു രൂപാന്തരം രേഖപ്പെടുത്തിയിരിക്കുന്നതിന് തൊട്ട് പിൻപിലുള്ള അധ്യായങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം കാണാത്ത അല്ലെങ്കിൽ മരണം ആസ്വദിക്കാത്ത ചിലർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും ദൈവരാജ്യത്തിൻ്റെ ആക്ഷരികമായൊരു വെളിപ്പാടാണ് ആ മറുരൂപമലയിലുണ്ടായത്. അന്നേരം സംഭവിച്ചതെന്താ? കർത്താവ് തേജസ്സിലായി. ഇതേ തേജസ്സാണ് നമ്മൾ പ്രാപിക്കുവാനായിട്ട് പോകുന്നത്, ദൈവഭക്തന്മാർ പ്രാപിക്കുവാനായിട്ട് പോകുന്നത്. 2 പഴയ നിയമകാലങ്ങളിൽ ജീവിച്ചിരുന്ന 2 ഭക്തന്മാർ മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. പ്രിയരെ, ഈ ഒരു പ്രത്യാശയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, മരണാനന്തരം നമുക്ക് തീർച്ചയായിട്ടും പുനരുദ്ധാന ശരീരത്തിൽ ശബ്ദം കൊണ്ട് തിരിച്ചറിയാനായിട്ട് പറ്റും. അടുത്തത്, സ്ഥലകാല പരിമിതികൾ ആ സമയത്ത് ഉണ്ടാകില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടച്ചിട്ട മുറിക്കകത്ത് വരാനായിട്ട് പറ്റുന്നുണ്ട്. അസ്ഥിയും മാംസവും ഉണ്ട്. ഭൂതം പോലെയല്ല, അസ്ഥിയും മാംസവും ഒക്കെ ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ യേശു കർത്താവിൻ്റെ പുനരുദ്ധാന അനന്തരമായി തൻ്റെ ശിഷ്യന്മാർക്ക് മനസ്സിലായ കാര്യങ്ങളായിരുന്നു. പുനരുദ്ധാന ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള 5 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഈ 5 കാര്യങ്ങളിൽ ഒന്നാമത്തേത്, പുനരുദ്ധാന ശരീരമെന്ന് പറയുന്നത് വീണ്ടെടുക്കപ്പെട്ട ശരീരമാണ്. എന്താണ് വീണ്ടെടുക്കപ്പെട്ട ശരീരം? ശരീരത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് എന്നുള്ളതിനേക്കാൾ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്, ഈ പദങ്ങളുടെ വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്, പ്രത്യേകിച്ച് റോമാലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നത് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എന്നാണ്. അതായത് ശരീരത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് എന്നുള്ളതിനേക്കാൾ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. ഇയ്യോബ് പോലും തൻ്റെ രോഗാവസ്ഥയിൽ പറഞ്ഞതെന്താ? എൻ്റെ ത്വക്ക് നശിച്ചാലും ഞാൻ ദേഹസഹിതനായി അവിടുത്തെ കാണും എന്നുള്ളതാണ്. അതായത് ഒരു ദേഹം അല്ലെങ്കിൽ ഒരു ശരീരം, പുനരുദ്ധാന ശരീരം, വീണ്ടെടുപ്പിൻ്റെ ശരീരം, ഇന്നത്തെ ശരീരം ബലഹീനതകളും താഴ്ചകളും ഒക്കെ ഉള്ളതാണെങ്കിൽ പുനരുദ്ധാന ശരീരം, ഈ ശരീരം തന്നെ അതേ വീണ്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ കർത്താവ് നൽകിത്തരുന്ന ആ ഒരു പുതിയ ശരീരം, ആ ഒരു ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്, ഇതാണ് ഒന്നാമത് പുനരുദ്ധാനത്തിൽ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ഈ ശരീരമെന്ന് പറയുന്നത് അമർത്യമായ ശരീരമാണ്. അമർത്യമായ ശരീരം. ഈ മർത്യത എന്ന് പറയുന്നത് ജനിച്ച എല്ലാ മനുഷ്യരും മരിക്കണമെന്നുള്ളത് ദൈവിക പ്രമാണത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ അതിൽ നിന്ന് മാറി അമർത്യമായ ശരീരം, മർത്യതയില്ലാത്ത ശരീരം, അല്ലെങ്കിൽ മർത്യതയില്ലാത്തത് അല്ലെങ്കിൽ മരണമില്ലാത്ത ശരീരം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 53-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മളത് കാണുന്നത്. 1 കൊരിന്ത്യർ 15:53 എന്ന് പറയുന്നത് ഈ പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ട്, ഒന്നാമത് യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ മരണയടക്ക പുനരുദ്ധാനമാണ്. പുനരുദ്ധാന ശരീരങ്ങൾ എങ്ങനെയായിരിക്കുമെന്നുള്ളത് ഏറ്റവും അധികം നമുക്ക് പുതിയ നിയമത്തിൽ വിവരണം കിട്ടുന്ന ഒരു അധ്യായം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 15-ാം അധ്യായമാണ്. ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തേത് മനസ്സിലാക്കുന്നത് അമർത്യതയാണ്, അല്ലെങ്കിൽ മരണമില്ലാത്തൊരു ശരീരമാണ് നമ്മുടെ പുനരുദ്ധാന ശരീരം എന്ന് പറയുന്നത്. അടുത്തത്, ഈ ഒരു ശരീരത്തിൻ്റെ പ്രത്യേകത, ഇത് അദ്രവത്വം ഉള്ള ശരീരമാണ്.
പുനരുദ്ധാന ശരീരം. ദ്രവത്വം എന്ന് പറയുന്നത് നശിച്ചു പോകുന്നതാണ്. അതായത് പ്രായം നമുക്കുണ്ടാകുന്നു, ബാല്യകാലങ്ങളിൽ നിന്ന് യൗവനകാലത്തിലേക്കും പിന്നീട് വാർദ്ധക്യത്തിലേക്കും നമ്മൾ പോകുന്നു. കാലത്തിനനുസൃതമായുള്ള മാറ്റങ്ങൾ നമുക്കുണ്ടാകുന്നു, ശരീരത്തിന് ക്ഷീണങ്ങൾ നമുക്കുണ്ടാകുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള വാർദ്ധക്യമോ ജരാനരയോ ഒന്നുമില്ലാത്ത അദ്രവത്വത്തിൻ്റെ ശരീരമാണ് നമ്മുടെ പുനരുദ്ധാന നമുക്ക് കർത്താവ് നൽകുവാനായിട്ട് പോകുന്ന പുനരുദ്ധാന ശരീരം എന്ന് പറയുന്നത്. അതായത് മരണമില്ലാത്ത, രോഗമില്ലാത്ത, ക്ഷയമില്ലാത്ത, താഴ്ചയില്ലാത്ത ആ ഒരു ശരീരം, അതാണ് അദ്രവത്വത്തിൻ്റെ ശരീരമെന്ന് പറയുന്നത്. അടുത്തത് നാലാമത്തേത്, ഇത് സ്വർഗീയ ശരീരമാണ്. ഭൗമിക ശരീരങ്ങളും സ്വർഗീയ ശരീരങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കൊരിന്ത്യ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇന്നത്തെ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഭൗമിക ശരീരമാണ്. അതായത് ആദാമ്യ പ്രതിമയോട് അല്ലെങ്കിൽ ആദാമ്യ സാദൃശ്യത്തിലാണ് നമ്മുടെ ശരീരം, ഇന്നത്തെ ഈ ഒരു ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പല സമയങ്ങളിലും നമുക്ക് ഈ പാപത്തെ പോലും ജയിക്കുവാൻ കഴിയാത്ത പാപപ്രകൃതികളുള്ള പാപശരീരം. ഈ ഒരു ശരീരത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു കാലം പരിശുദ്ധാത്മാവിനാൽ പാപത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ മരിപ്പിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു വിശുദ്ധീകരണത്തിൽ മുൻപോട്ട് പോയി കഴിയുമ്പോൾ ഒന്നുകിൽ നമ്മുടെ മരണം, ഇല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ്. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നതുവരെ നമ്മളൊരു വലിയ പോരാട്ടക്കളത്തിലാണ്, യുദ്ധക്കളത്തിലാണ്. എന്നാൽ ഈ യുദ്ധത്തിൽ നമ്മൾ ജയാളികളായി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന ശരീരമെന്ന് പറയുന്നത് സ്വർഗീയമായ ശരീരമാണ്. പുനരുത്ഥാനത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ പ്രതിമ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ ഒരു ശരീരത്തോട് അല്ലെങ്കിൽ അവിടുത്തെ പുനരുദ്ധാനത്തോടാണ് നമ്മൾ സദൃശരായിത്തീരുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ മരണത്തോട് നിങ്ങൾ അനുരൂപരായെങ്കിൽ അതെ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാകും, ഏകീഭവിക്കും. അപ്പോൾ ഈ സ്നാനം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയെക്കുറിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് മരണത്തോട് അനുരൂപപ്പെടുകയാണ്. നിങ്ങളവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടുവെങ്കിൽ പുനരുദ്ധാനത്തോട് ഏകീഭവിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പുനരുദ്ധാന ശരീരം അതാണ്. ഏറ്റവും ഒടുവിൽ 5-ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് തേജസ്സുള്ള ശരീരമാണ്. തേജസ്സും മഹത്വവുമുള്ള ശരീരമാണ്. നമ്മൾ ഈ കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നക്ഷത്രങ്ങളും തമ്മിൽ തേജസ്സിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, കർത്താവിന് വേണ്ടി അധികം കഷ്ടതകൾ അനുഭവിച്ചവർ, ആഴമായ വിശുദ്ധ ജീവിതത്തിൽ നയിക്കുന്നവർ, ആ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നവരുടെ പുനരുത്ഥാന ശരീരങ്ങൾക്ക് തേജസ് കൂടുതലായിരിക്കും. അത്രയധികം വിശുദ്ധിയിൽ അല്ലെങ്കിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവരാണവർ. ഒരുപക്ഷെ ആഴമായ വിശുദ്ധ ജീവിതമോ അല്ലെങ്കിൽ അത്ര വലിയ ഇതിലൊന്നും ജീവിച്ചവരല്ല, പക്ഷെ അവർ നിത്യതയ്ക്ക് അർഹരാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് തേജസ് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് കർത്താവിനെ പ്രതി ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളും മോഹങ്ങളും ഒക്കെ ഉപേക്ഷിച്ചവരാണെങ്കിൽ ആ ഉപേക്ഷിച്ചവരെ സംബന്ധിച്ചിടത്തോളം അതിനെല്ലാം ആ തേജസ്സിൻ്റെ ഘനം നമുക്ക് കിട്ടുവാനായിട്ട് ഇടയായിത്തീരും. ഇത് നമ്മൾ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ പൗലോസ് അപ്പോസ്തലൻ്റെയൊക്കെ എഴുത്തുകളിൽ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിക്കണമെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ സന്തോഷിക്കുന്നത് എന്താ? നിത്യ തേജസ്സിൻ്റെ ഘനം അനവധിയായി കിട്ടുവാൻ ഞങ്ങൾക്ക് കാരണമായി തീരുന്നുവെന്നാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ എഴുത്തുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പം എല്ലാവരുടെയും തേജസ് ഒരുപോലെ ആയിരിക്കത്തില്ല. ഈ ഭാഗം ഒന്ന് നിന്ന് ചിന്തിച്ചു പോകുന്നത് നല്ലതാണ്. ചിലർ കർത്താവിനെ പ്രതി വളരെ തീവ്രമായ വിശ്വാസത്തിൽ ജീവിക്കുന്നവരുണ്ട്. ചിലരൊന്നും അത്രയൊന്നും തീവ്രതയുള്ളവരല്ല. പക്ഷേ അവർ നരകത്തിലേക്ക് പോകത്തക്കവണ്ണമുള്ള പാപങ്ങൾ ചെയ്തവരുമല്ല, അവർ രക്ഷിക്കപ്പെട്ടവരും കർത്താവിനോടുള്ള കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരും. പക്ഷേ അവർ അത്രയും തീവ്രതയുള്ളവരല്ല. പക്ഷെ ചിലർ ആഴമായ വിശ്വാസത്തിൽ തീവ്രതയോടെ ലോകത്തെയും പാപത്തോടും ഒക്കെ എതിർത്ത് നിന്ന് ആ നിലയിൽ ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവർക്കവിടെ തേജസ് കൂടുതലായിരിക്കും. ഇല്ലേ? എല്ലാ ലൈറ്റിൻ്റെയും വെട്ടം ഒരുപോലെ അല്ലല്ലോ. ചെറിയ ലൈറ്റുണ്ട്,
വെട്ടം കൂടുതലുള്ള ലൈറ്റുകളുണ്ട്, വെട്ടം കുറഞ്ഞ ലൈറ്റുകളുണ്ട്, ഈ മിന്നാമിനിങ്ങിൻ്റെ വെട്ടം പോലെയുള്ള ലൈറ്റുകളുണ്ട്. അപ്പം അവിടെ ചെല്ലുമ്പം ഓരോരുത്തർക്കും ആ തേജസ്, ദൈവത്തിന് സ്തോത്രം, തേജസ്സിൻ്റെ മേൽ തേജസ് അതേ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്നവരായി നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം എൻ്റെ ഒരു ഇമാജിനേഷനിൽ പുനരുദ്ധാന ശരീരം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നൊരു ട്യൂബ് ലൈറ്റ് പോലെ, അല്ലെങ്കിൽ ആ ഒരു നിലയിൽ ഉണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു നിലയിലുള്ളൊരു ശരീരമാണോ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. കാരണം നമ്മൾ ഈ മറുരൂപമലയിൽ നമ്മൾ കാണുന്നത് അങ്ങനെയുള്ളൊരു ശരീരമാണല്ലോ നമ്മൾ ഈ മറുരൂപമലയിൽ നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് തേജസ്സിന് തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസിൻ്റെ എഴുത്തുകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ കിരീടങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പം എന്തായാലും ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. മറ്റ് ഈ 5 കാര്യങ്ങൾ മാത്രമല്ല, പക്ഷേ ഞാനിത് സൗകര്യപ്രദമായ നിലയിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു 5 പോയിൻ്റായിട്ട് തിരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ 5 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. എന്തായാലും പരസ്പരം തിരിച്ചറിയാനായിട്ട് പറ്റും, അറിയാനായിട്ട് പറ്റും. ഭൗതികമായ പരിമിതികളൊന്നുമില്ലാത്ത, വേണമെങ്കിൽ ഭക്ഷണം കഴിക്കുവാൻ കഴിയുന്ന, അടച്ചിട്ട മുറിയിൽ വരാൻ പറ്റുന്ന, രോഗങ്ങളില്ലാത്ത, രക്തചംക്രമണങ്ങൾ ഇല്ലാത്ത ആ ഒരു രൂപാന്തരപ്പെട്ട പുനരുദ്ധാന ശരീരം, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവണവാളനായ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു പുനരുദ്ധാന ശരീരം, ആ ശരീരമാണ് നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അത് പ്രാപിപ്പാനായിട്ട് നമുക്ക് പ്രത്യാശയോടെ ദൈവസന്നിധിയിലായിരിക്കാം. മരിച്ചവരുടെ പുനരുദ്ധാനവും ജീവനുള്ളവരുടെ രൂപാന്തരവും അത് താമസമില്ലാതെ സംഭവിക്കും. കർത്താവിൻ്റെ വരവെങ്കിൽ അതിനായിട്ട് നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.